പ്രദേശവാസി രാമകൃഷ്ണപിള്ള ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രാമകൃഷ്ണപിള്ള, താങ്കൾ അവിടെ ഉണ്ടായിരുന്നോ, കണ്ടിരുന്നോ അവിടെ സാഹചര്യം? അറിഞ്ഞാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. 7 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. അമിത വേഗത്തിൽ അവിടെ ചെന്നപ്പോൾ അന്വേഷിച്ചപ്പം അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അമിത വേഗത്തിൽ വന്ന വാഹനമാണ്. 6 മണി മുതലേ കുട്ടികൾ പള്ളിക്കൂടങ്ങളിൽ പോകാൻ വേണ്ടി അവിടെ നിൽക്കാറുണ്ട്. ഈ വാഹനത്തിൽ അമിത ലോഡായിരുന്നു. അമിതമായ ലോഡുമായിട്ടാണ് വന്നത്. യാതൊരു നിയന്ത്രണവും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ എന്നും ഇല്ലാത്തതിന്റെ ഒരു പോരായ്മയാണ് ഇതൊക്കെ നടക്കുന്നത്. എല്ലാ ദിവസവും പല പ്രാവശ്യവും ഞാൻ അധികാരികളുടെ അടുത്ത് മുമ്പിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെ 8 മണിക്ക് മുമ്പ് അമിത വേഗത്തിൽ വാഹനങ്ങൾ ഇങ്ങനെ മണ്ണടിച്ചുകൊണ്ട് പോകുന്നുണ്ടെന്നുള്ളത്. അതൊക്കെ നിസ്സാരമായിട്ടാണ് ഗവൺമെന്റ് കാണുന്നത്. പാസ് ഉണ്ടെന്നാ പറയുന്നത്. പാസൊന്നും ഇല്ലാതാണ് ഇത് കൊണ്ടുപോകുന്നത്. പോലീസിന്റെയും അതുപോലെ തന്നെ വില്ലേജിന്റെയും ഒക്കെ ഒത്താശയോട് കൂടിയ ഈ പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നത്. വളരെ കഷ്ടമായി പോയി എന്നുള്ളതാണ് പ്രധാനമായ വിവരം. അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതാണ്. സ്ഥിരമായി ഞാൻ അപകടത്തെ പറ്റി ചോദിക്കട്ടെ. ഈ മണ്ണ് പൂർണ്ണമായിട്ടും അവിടെ നീക്കിയോ? അവിടെ നിന്ന് ഇനി മണ്ണിനടിയിൽ ആരും ഇല്ല എന്ന് ഉറപ്പാക്കാൻ കഴിഞ്ഞോ? മണ്ണ് ഇല്ല. പാറ കിടക്കുവാണ്. പോസ്റ്റ് ഉണ്ട്. ഇലക്ട്രിക് പോസ്റ്റ് മാറ്റി പാറ മാറ്റിക്കൊണ്ടിരിക്കുന്നു. പാറയ്ക്കടിയിൽ ഉണ്ടോ ഇല്ലയോ എന്നൊരു സംശയമാണുള്ളത്. മതിലിടിഞ്ഞാണ് അവിടെ ഈ പാറ കൂമ്പാരമായി കിടക്കുകയാണ്. മതിലും കെട്ടിടത്തിന്റെ ഒരു ഭാഗവും കൂടി ഇടിഞ്ഞാണ് അവിടെ കിടക്കുന്നത്. ഈ മിനിസ്റ്റർ ബിന്ദുകൃഷ്ണൻ നേരത്തെ പറഞ്ഞത് അതിൽ 2 മുതിർന്നവർക്ക് മരണം സംഭവിച്ചു, ഒരു വിദ്യാർത്ഥിയും മരണം സംഭവിച്ചു എന്നാണ്. ഒരു മുതിർന്നവരെ മരിച്ചിട്ടുള്ളൂ ഇതുവരെ. മറ്റേയാൾക്ക് സീരിയസ് ആണ്. 5 കുട്ടികളുണ്ട്. അതിൽ 3 കുട്ടികൾ മരിച്ചു പോയിട്ടുണ്ട്. അതായത് അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ തന്നെ മരണം സംഭവിച്ചു എന്നാണോ? മരണം സംഭവിച്ചു വരുന്നു. കൈ പ്രത്യേകമായി മാറിയിരുന്നു. അതിദാരുണമായ സംഭവമാണ്. ഇത് ഉണ്ടാവാതിരിക്കാൻ ചേട്ടാ, ഇത് ഈ കുട്ടികൾ എന്ന് പറയുമ്പോൾ എത്ര വയസ്സുള്ള വിദ്യാർത്ഥികളായിരുന്നു അവര്? അറിയാമോ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നവർ? 15 വയസ്സിന് താഴെയുള്ള കുട്ടികളെല്ലാം 15 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. കോളേജിൽ പോകുന്നവരല്ല. തിരക്കിയപ്പം സ്കൂളുകളിൽ പോകുന്നവരാണ്. രാവിലെ ട്യൂഷനും പിന്നെ സ്കൂളിലും പോകുന്നതിനുവേണ്ടിയാണ് 6:30 മുതലേ ഇവിടെ ആളുകൾ നിൽക്കുമായിരുന്നു. അതിനു മുമ്പ് ഒരു ബസ് വന്ന് 9ഓളം കുട്ടികൾ രക്ഷപ്പെട്ടു പോയി. അല്ലായിരുന്നെങ്കിൽ അവർക്കും ഈ സ്ഥിതി ഉണ്ടായേനെ. ഇതിന് മുമ്പ് ഒരു ബസ് വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു 9 പേര്. ഈ ഒരു ബൈക്ക് വന്നു, അതിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ പറയുന്നത് ശരിയാണോ? ഒരു ബുള്ളറ്റുകാരനെ ഇടിച്ചാണ് ഈ വണ്ടി ഇങ്ങോട്ട് കയറി അങ്ങ് പോകുന്നത്. അതായത് ബുള്ളറ്റുകാരന്റെ അശ്രദ്ധയാണ് അപ്പൊ പ്രശ്നം. അതെ, ബുള്ളറ്റുകാരൻ താലൂക്ക് ആശുപത്രിയിലുണ്ട്, മരിച്ചിട്ടില്ല. ഓക്കെ, അതായത് ബുള്ളറ്റ് വന്നു, ആ ബുള്ളറ്റിൽ ഇടിച്ച് വലിയ അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ ലോറി ഡ്രൈവർ വാഹനം വെട്ടിച്ചു, നേരെ നിയന്ത്രണം തെറ്റി ഈ ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറി. അങ്ങനെയാണോ? നിയന്ത്രണം പറ്റി അയാൾ ഫോണിൽ വിളിച്ചോണ്ടിരുന്നാണോ എന്ന് സംശയം. ഫോണിലെല്ലാം ഈ ഡ്രൈവറെ ആരെങ്കിലും വിളിച്ച് സംശയത ഡ്രൈവറെ ആരെങ്കിലും ഫോണിൽ വിളിച്ചിട്ടുണ്ടോന്നാ ഈ സമയത്ത് അശ്രദ്ധയോടെ ഇങ്ങനെ വരാൻ വന്നതുകൊണ്ട്. ഓവർലോഡാണ് ഇരുന്നത്. വെളുപ്പം രാവിലെ പോലീസിനെയും റവന്യൂക്കാരെയൊക്കെ റവന്യൂവിനെയും പോലീസുകാരെയൊക്കെ പേടിച്ചാണ് അവർ ഈ 9 മണിക്ക് മുമ്പ് ഇങ്ങനെ ചെയ്യുന്നത്. ആ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരുടെയും ഡ്യൂട്ടിയിലുള്ള ഇവരും ഉണ്ടല്ലോ, റവന്യൂക്കാരും ഡ്യൂട്ടിയിലുണ്ടല്ലോ, അവരുടെയൊക്കെ ഒത്താശയോട് കൂടിയാ ചെയ്യുന്നത്. പുതിയ ഡ്യൂട്ടിക്കാർ വരുന്നതിന് മുമ്പ് വേണ്ടിയിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്ന എല്ലാ കമ്മിറ്റികളിലും ശക്തമായി കളക്ടർ വിളിച്ച കോൺഫറൻസുകളിലും എല്ലാം മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഈ പ്രദേശത്ത് ഈ വളരെയധികം മണ്ണെടുപ്പ് ധാരാളമുള്ള സ്ഥലമാണോ? മണ്ണെടുപ്പ് ധാരാളമായി നടന്നുകൊണ്ടിരിക്കുക. നടന്നുകൊണ്ടിരിക്കുക. അവിടെ എല്ലാം പോയി അമ്പലപ്പുറം, വേലങ്കോണം, മുക്കാലമുക്ക്, അന്നൂർ ഈ പ്രദേശങ്ങളിലെല്ലാം വ്യാപകമായി മണ്ണെടുക്കുക. പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് വന്ന് പരിശോധനയൊക്കെ നടത്തിയിട്ടുമുണ്ട്. വിജിലൻസിനൊക്കെ പരാതി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ മണ്ണ് അനധികൃതമായി എടുത്തുകൊണ്ട് പോകുന്നു. 2-3 പ്രാവശ്യം വിജിലൻസ് വന്ന് പരിശോധിക്കുകയൊക്കെ ചെയ്താ. പിന്നെ ഇത് തന്നെ സ്ഥിതി. ഈ രക്ഷാദൗത്യം എങ്ങനെയുണ്ടായിരുന്നു? വളരെ പെട്ടെന്ന് ചെയ്തോ ചേട്ടാ? രക്ഷാപ്രവർത്തനം വളരെ നാട്ടുകാരും ഫയർഫോഴ്സും വളരെ വേഗം വന്ന് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക. അവർ പറയുന്നത് ഇലക്ട്രിസിറ്റിക്കാരും വന്നിട്ടുണ്ട്.
അതായത് ഈ മതിലിടിഞ്ഞുണ്ടായ പാറ അതിനടിയിൽ പെടാനുള്ള സാഹചര്യമുണ്ടോ? അത്തരമൊരു സംശയം മാത്രമല്ലേ? ഇനി എന്റെ പാറകടിക്കില്ലാതിരിക്കാനാണ് സാധ്യത. അവിടെ നിൽക്കുന്നത് പാറകടിക്കില്ലാതിരിക്കാനാണ് സാധ്യത. ഓക്കെ, അപ്പൊ എങ്ങനെയാ JCB ഉപയോഗിച്ചാണോ മാറ്റുന്നത്? JCB ഉപയോഗിച്ചാൽ മാറ്റാൻ കഴിയും. ഈ അപകടം മൊത്തത്തിൽ അവിടെ എത്ര കുട്ടികളുണ്ടെന്നൊക്കെ കൃത്യമായി പറയാൻ ആരെങ്കിലും കണ്ടവരുണ്ടോ? ഈ അപകടം കണ്ട ആളുകളുണ്ടോ? കണ്ടവര് ഉണ്ടോന്ന് അറിയാൻ വയ്യ സാറേ, അത് ചോദിക്കാൻ പറ്റുന്നില്ലല്ലോ. നമ്മൾ അതിന്റെ മനസ്സിലായി. അതെ അതെ, ഞാൻ അതുകൊണ്ടാണ് ഇത്രയും ഭീകരാന്തരീക്ഷം ഉണ്ടായ സ്ഥിതിക്ക് നമ്മൾ അതിന്റെ വിശദമായി സംസാരിക്കാൻ കഴിയുന്നില്ല. നമ്മൾ അറിഞ്ഞുടനെ എല്ലാ നാട്ടുകാരെല്ലാം കൂടി ആന്റി കമ്മിറ്റി ചേർന്ന് നമ്മളും അവിടെ സ്പോട്ടിൽ ഉണ്ട്. എന്തായാലും എന്റെ ഒരു പ്രതിഷേധവും കൂടെ കൊടുക്കണം. ഇത് സ്ഥിരമായി അമ്പലപ്പുറം വേലങ്കോണം മുക്കാലമുക്ക് പ്രദേശങ്ങളിൽ അനധികൃതമായി മണ്ണെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോടുകൂടിയാണ് ഇതെല്ലാം നടപ്പാക്കുന്നതിന്റെ ഒരു പ്രതിഷേധവും കൂടി അവസരത്തിൽ കൊടുത്ത് സഹായിക്കണം. മേലിൽ ഇത് ഉണ്ടാവാതിരിക്കുകയും കൂടെ വേണം. അതിനുകൂടി നമ്മുടെ ചാനൽ സഹായിക്കണം. ശരി, നമുക്ക് എന്തായാലും പരിശോധിക്കാം, അത് അന്വേഷിക്കാം. എന്തായാലും വലിയ തോതിൽ അവിടെ മണ്ണെടുപ്പ് നടക്കുന്ന സ്ഥലമാണെന്ന് പറയുന്നു. രഞ്ജിത്ത്, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ പാറക്കൂട്ടമുണ്ട് മതിലിടിഞ്ഞു വീണ, അതിൻ്റെ ഒരു പരിശോധന നടത്തേണ്ടത്. നോക്കാം, മതിൽ കാണാം, അത് പാറ കൊണ്ട് തീർത്ത മതിലാണ്. അപ്പോൾ അങ്ങനെ ഒരു അപകട സാധ്യത കൂടി ഉണ്ട്. എങ്കിൽ പോലും ഈ അപകടം അതിൻ്റെ വ്യാപ്തി അത് ഇനിയും കൂടുമോ എന്നുള്ളൊരു ആശങ്കയില്ലേ? തീർച്ചയായും എത്ര പേർ ഇതിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. എൽദോ, 10ഓളം പേർ അവിടെ ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ലോറി മറിഞ്ഞ ആഘാതത്തിൽ സമീപത്തുള്ള മതിൽ ഇടിഞ്ഞു വീണു, മതിലിലെ പാറക്കഷ്ണങ്ങൾ വീണു. അതുമാത്രമല്ല, സമീപത്തൊരു കെട്ടിടമുണ്ട്, ആ കെട്ടിടത്തിൻ്റെയും അവശിഷ്ടങ്ങൾ ഇവർക്ക് മേൽ പതിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പമാണ് ഈ ലോറിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ ലോഡോടുകൂടി വന്ന ഒരു ലോറിയാണ്. ഗ്രാവല്, അതിൻ്റെ അകത്ത് കല്ല് ഒക്കെ ഉണ്ട്. നമുക്കറിയാം എത്രത്തോളം. ഒരു നിമിഷം, അക്ഷയ് എന്ന് പറയുന്ന ഒരാളുണ്ട്, അവിടെ പ്രദേശവാസിയാണ്, ആ അപകടം നടന്ന സ്ഥലത്തുണ്ട്. രഞ്ജിത്ത്, ഞാൻ അക്ഷയിലേക്ക് പോകുന്നു. അക്ഷയ്, ഈ അവിടെ സ്പോട്ടിലുണ്ടോ? സ്പോട്ടിലുണ്ടായിരുന്നു. പ്രദേശവാസിയാണ്. ഇപ്പൊ എന്താണ് അവസ്ഥ? മണ്ണ് മൊത്തം മാറ്റിയോ? അതിന്റെ അടിയിൽ ഇനിയും ആരും അകപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ കഴിയുമോ? നമുക്ക് ഉറപ്പാണ് സ്ഥിരീകരിക്കാൻ കഴിയില്ല. ആളുകൾ ഉണ്ടെന്നുള്ള ഒരു ധാരണയാണ്. ഹലോ, ഉണ്ടെന്നുള്ളതാണ്. JCB കാര്യങ്ങളെല്ലാം പരിപൂർണമായിട്ടും ആളുടെ ഇത് മാറ്റിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഏകദേശം ഇപ്പൊ 3 കുട്ടികൾ മരിച്ചിട്ടുണ്ട്, 2 കുട്ടികൾ സീരിയസ് ആയിട്ടുണ്ട്, 2 പേരല്ലാതെയുണ്ട്. നമ്മൾ ഈ കുട്ടികളെ പുറത്തെടുക്കുമ്പോൾ തന്നെ ജീവൻ നഷ്ടമായ സാഹചര്യമായിരുന്നു. അതെ, മണ്ണി പറഞ്ഞ രീതിയിലായിരുന്നു 3 പേരെ എടുത്തപ്പോൾ തന്നെ. അതായത് വാഹനം ഇടിച്ചുണ്ടായ പ്രശ്നമാണോ അതോ മണ്ണ് വീണുണ്ടായതാണോ? മണ്ണ് അനധികൃതമായിട്ട് മണ്ണ് മാഫിയയുടെ ഒരു കേന്ദ്രമാണ് ഈ കൊട്ടാരക്കര നീലേശ്വരം എന്നൊക്കെ പറഞ്ഞത്. അവര് അനധികൃതമായിട്ട് മണ്ണ് എടുത്തുകൊണ്ട് പോയി വെളുപ്പിനെയൊക്കെ എടുത്തുകൊണ്ട് അതിനേത് സ്പീഡിൽ വന്ന് ഇടിച്ചു കയറിയതാണ്. നിരപരാധികളായിട്ടുള്ള ഏകദേശം ഒരു 4-5 ജീവൻ ഇപ്പം പൊലിഞ്ഞിട്ടുണ്ട്. ഈ 2 വളരെ ഗുരുതരമായി കിടക്കുകയാണ്. 3 പേർ ഓൾറെഡി മരിച്ചിട്ടുണ്ട്, 2 പേരുടെ നല്ല അതീവ ഗുരുതരമാണ്. കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലാണ് ഉള്ളത്. ഈ എങ്ങനെ അപകടം ഉണ്ടായതെന്ന് ആരെങ്കിലും എർത്ത് മണ്ണെടുത്ത് അവർ രാവിലെ ബസ് സ്റ്റോപ്പിലേക്ക് കുട്ടികൾ സ്കൂള് ട്യൂഷനൊക്കെ പോകാൻ വേണ്ടി നിൽക്കുകയും അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾ തൊഴിലെടുക്കാൻ വന്ന സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഈ വണ്ടി ഇറക്കുമായിരുന്നു. ടിപ്പർ ഓൾറെഡി ബ്രേക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു, പക്ഷെ അമിത സ്പീഡിലാണെന്നാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ കണ്ടുകൊണ്ടിരുന്നവരൊക്കെ പറയുന്നത്. ഇറക്കത്തിൽ വരികയായിരുന്നു അല്ലേ? അതെ, തലനാരിഴയ്ക്കാണ് വേറെ കുറച്ചൊരു രക്ഷപ്പെട്ടത്. കാര്യം അങ്ങോട്ട് ഓടി മാറിയതാണ്. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു പോയതാണ് കുറച്ച് പേര്. കാര്യം അതിന്റെ കുറച്ച് കുട്ടികൾക്ക് ഇപ്പോഴും അവർ ഇവിടെ തന്നെ ഉണ്ട്. അവർക്ക് അതിന്റെ ഒരു ഇത് മാറിയിട്ടില്ല. ഞെട്ടലാണ് അവര്. സ്കൂൾ കുട്ടികൾ തന്നെ 10ലും വളരെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ 8ലും 9ലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് മരിച്ചത് ഇപ്പോൾ. ഈ ഇറക്കം ഇറങ്ങി വന്നപ്പോൾ നിയന്ത്രണം തെറ്റിയെന്നാണോ അതോ ഒരു ബൈക്കുകാരനെ ഇടിക്കാതിരിക്കാനുള്ള ശ്രമത്തിനിടയിലായിരുന്നു എന്നൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ടായിരുന്നു? അല്ലല്ല, ബൈക്കുകാരനെ ഇടിക്കാതിരിക്കുന്നില്ല. ബൈക്ക് വളരെ സ്പീഡിലല്ലായിരുന്നു. അത് വളരെ നോർമലി വന്ന വണ്ടിയാണ്. അദ്ദേഹത്തെ ഇടിച്ച് ഇതിനകത്തോട്ട് കയറിയതാണ് ഇറക്കം ഇറങ്ങി. അപ്പൊ ലോറി ഭാഗത്തുണ്ടായ പ്രശ്നം തന്നെയാണ് പൂർണ്ണമായിട്ട് അപകടത്തിന് കാരണം. അതെ. നേരെ ഇടിച്ചു കയറുകയായിരുന്നോ അല്ലെങ്കിൽ നിയന്ത്രണം തെറ്റി മറിഞ്ഞു വീഴുകയായിരുന്നോ ലോറി കുട്ടികളുടെ നേരെ? നിയന്ത്രണം വിട്ട് മറിഞ്ഞ് മണ്ണോട് കൂടി പറഞ്ഞു പോയതാ. ഇടിച്ച് ഒരു സൈഡ് കൊണ്ടൊക്കെ പോയി. ലോഡായിരുന്നു, ലോഡ് വണ്ടിയായിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.